കൽപ്പനകളിൽ ഒതുങ്ങി നിൽക്കുന്നവരാവരുത്. നാം വളരണം, വികസിക്കണം. അതിന് നമ്മുടെ മനസ്സിനെ നമുക്ക് വികസിപ്പിക്കാനുള്ള മാർഗം, ദൈവം ഒരിക്കലും നോക്കുന്നത് നിങ്ങൾ അന്ധമായി മറ്റുള്ളവരെ പിന്തുടരുന്നുണ്ടോ എന്നുള്ളതല്ല. ദൈവം നോക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ചെയ്യുന്ന സാധനയിലും നിങ്ങളുടെ കർമ്മത്തിലും മനസ്സർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭഗവാൻ നോക്കുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മനസ്സിൻ്റെ അർപ്പണം മാത്രം. ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആര് ചെയ്യുന്നതിനേക്കാളും അത് സർവശ്രേഷ്ഠമാണ്. നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ, ഏത് പൂജാരി, ഏത് തിരുമേനി, ഏത് വലിയ മഹാനെ കൊണ്ടും, ഏത് പള്ളിയിൽ എത്ര വലിയ ബിഷപ്പോ കർദിനാളിനെ കൊണ്ട്, ഈവൻ പോപ്പിനെ കൊണ്ടുപോലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥന ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠം നിങ്ങൾ ആത്മാർത്ഥതയോടെ, അർപ്പണത്തോടെ, മനസ്സലിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥനകളാണ്, നാമസ്മരണകളാണ് ദ ഗ്രേറ്റസ്റ്റ് വർഷിപ്പ്. നമ്മളാരെയും മനസ്സിലാക്കിയിട്ടുണ്ടോ? പൂജ മുറി മതി, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മതി. പക്ഷെ അത് ആത്മാർത്ഥമായിരിക്കണം, അർപ്പണത്തോടു കൂടിയിട്ട്, അലിവോട് കൂടിയിട്ടായിരിക്കണം. അത് മാത്രമാണ് ഭഗവാൻ നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കണം, ഭഗവാൻ നോക്കുന്നത് എന്താണ്, ഭഗവാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്. ഏത് ഭഗവാനാവട്ടെ, നിങ്ങളിനി കൃഷ്ണൻ എന്ന് വിളിച്ചാലും, രാമ എന്ന് വിളിച്ചാലും, അല്ലാ എന്ന് വിളിച്ചാലും, കർത്താവേ എന്ന് വിളിച്ചാലും, ഏത് ഭഗവാന്മാരായാലും പ്രതീക്ഷിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രം, മനസ്സർപ്പിച്ചിട്ടുണ്ടോ, മനസ്സ് ലയിപ്പിച്ചിട്ടുണ്ടോ, മനസ്സ് മുഴുകിയിട്ടാണോ, മനസ്സിൽ തട്ടിയിട്ടാണോ, മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണോ, മനസ്സ് പൂർണ്ണമായും ചെയ്യുന്നതിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണോ ഈ വ്യക്തി തൻ്റെ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ നാമസ്മരണകൾ, ജപങ്ങൾ, കീർത്തനങ്ങൾ ആലപിക്കുന്നത്. അപ്പം ആ മനസ്സിൻ്റെ ലയമാണ് ഭഗവാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. മനസ്സേകാഗ്രതയോടെ, മനസ്സലയത്തോടെ, മനസ്സർപ്പണത്തോടെ ഒരു കാര്യം ചെയ്തോളൂ. നിങ്ങൾ ചെയ്യുന്ന പൂജയേക്കാളും വലിയ പൂജ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആരാധനയേക്കാളും വലിയൊരു ആരാധന വേറെ ഇല്ല എന്നത് അടിവരയിട്ട് ഉറപ്പിച്ചോളൂ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവേണ്ടത്. ഇപ്പം എത്രയോ കാലം നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി, എത്രയോ പള്ളികളിൽ പോയി, എത്രയോ എവിടെയൊക്കെയോ പോയി, പക്ഷേ മനസ്സർപ്പിക്കാതെ, മനസ്സ് ലയിപ്പിക്കാതെ നമ്മളെന്ത് തന്നെ ചെയ്തിട്ടും, ഏത് തിരുമേനിയുടെ അടുത്ത് നിന്ന്, ഏത് തന്ത്രിയുടെ അടുത്ത് നിന്ന്, ഏത് പുജാരിയുടെ അടുത്ത്, ഏത് കർദിനാളിൻ്റെ അടുത്ത് നിന്ന് എന്ത് വാങ്ങിച്ചിട്ടും അതെല്ലാം ഫലമില്ല. കാരണം മനസ്സൊരിക്കലും അർപ്പിക്കപ്പെട്ടിട്ടില്ല. മനസ്സർപ്പിച്ചിട്ടുണ്ടോ